നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. അതിലൊന്നാണ് ഇത് ഇറക്കം. ഇറക്കത്തിന് ഇംഗ്ലീഷിൽ ഡിസെൻറ്റ് എന്ന് പറയും. അതാണ് ഡിസെൻറ്റ്. അടുത്തതാണ് കയറ്റം. കയറ്റത്തിന് എന്ത് പറയും? അസെൻറ്റ്. എന്ത്? അസെൻറ്റ്. പിന്നെയോ അടുത്ത വാക്കാണ് ഇത് വേദന. വേദനയ്ക്ക് നമ്മൾ പറയുന്നത് പെയിൻ. PAIN, പെയിൻ. നാലാമത്തെ വാക്കാണിത് ചൊറിച്ചിൽ. ചൊറിച്ചിലിന് നമ്മൾ എന്ത് പറയും? ഇച്ചിങ്. എന്താണ്? ഇച്ചിങ്. ഇച്ചിങ്. ഓടുക. ഓടുക എന്നുള്ളത് നമ്മൾ സാധാരണ എന്ത് പറയും? റൺ അല്ലേ? RUN, റൺ. പക്ഷെ നമുക്ക് ഓടി എന്ന് പറയാനോ? ഓടി. അതിന് നമ്മൾ റൺ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ പറയേണ്ടത് റാൻ. RAN, റാൻ. അടുത്തൊരു വാക്കാണ് തിന്നുക അല്ലേ? തിന്നുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? EAT, ഈറ്റ് അല്ലേ? തിന്നു എന്ന് പറയാനോ? തിന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈറ്റ് അല്ല, അവിടെ എയ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം ATE, എയ്റ്റ് അല്ലേ? അടുത്ത വാക്കാണ് ഉറങ്ങുക. ഉറങ്ങുക എന്നുള്ളതിന് നമുക്കറിയാം എന്താണ്? സ്ലീപ്പ്. പക്ഷെ ഉറങ്ങി എന്ന് പറയാനോ? ഉറങ്ങി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ലെപ്റ്റ്. SLEPT, സ്ലെപ്റ്റ്. അടുത്ത നാലാമത്തെ വാക്കാണ് എടുക്കുക. എടുക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക്. TAKE. നമുക്ക് എന്ത് പറയണം? എടുത്തു എന്ന് വേണം പറയാൻ. എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? എടുത്തു എന്ന് പറയാൻ took. TOOK, took. ഇരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സിറ്റ് എന്ന് പറയും. SIT, സിറ്റ്. ഇരുന്നു എന്ന് പറയാനോ? ഇരുന്നു എന്ന് പറയാൻ സാറ്റ്. SAT, സാറ്റ്. ഞാൻ ഇരുന്നു എന്ന് പറയാനോ? I sat. അപ്പോൾ പാടുക. പാടുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? സിങ്. SING, സിങ് അല്ലെ? പാടി എന്ന് പറയാനോ? അവിടെ നമ്മൾ സാങ് എന്ന് പറയണം. SANG, സാങ്. അപ്പോൾ അവൻ പാടി എന്ന് നമ്മൾ എങ്ങനെ പറയും? അവൻ പാടി. ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വായിക്കുക. വായിക്കുക എന്നുള്ളതിന് നമ്മൾ റീഡ് എന്ന് പറയും അല്ലേ? വായിച്ചു എന്നുള്ളതിനോ? വായിച്ചു എന്നുള്ളതിന് ശ്രദ്ധിക്കണേ, സ്പെല്ലിങ് സെയിമാ. READ അല്ലേ? വായിക്കുക എന്നുള്ളതിൻ്റെ സെയിം സ്പെല്ലിങ്, പക്ഷെ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് റെഡ് എന്നാണ്. എന്താണ്? റെഡ്. അടുത്തത് നിൽക്കുക. നിൽക്കുക എന്നുള്ളതിന് സ്റ്റാൻഡ് എന്ന് പറയും. STAND, സ്റ്റാൻഡ്. നിന്നു എന്ന് പറയാനോ? നിന്നു എന്ന് പറയാൻ സ്റ്റുഡ്. STOOD, സ്റ്റുഡ്. കണ്ടെത്തുക. കണ്ടെത്തുക എന്നുള്ളതിന് ഫൈൻഡ് എന്ന് പറയും. FIND. കണ്ടെത്തി എന്ന് പറയാൻ ഫൗണ്ട്. FOUND, ഫൗണ്ട്. അടുത്തത് അയക്കുക. അയക്കുക എന്നുള്ളതിന് സെൻഡ് എന്ന് പറയും. SEND. അപ്പോൾ അയച്ചു എന്ന് പറയാനോ? ഇത് നിങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. English friend, like, subscribe, and follow for more.